2026 ഏപ്രിൽ മെയ് മാസങ്ങൾ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 5 വലിയ സംസ്ഥാനങ്ങൾ, അതായത് 4 വലിയ സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും. ഏതാണ് ആ സംസ്ഥാനങ്ങൾ എന്നല്ലേ? കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സംഘപരിവാറും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ കോൺഗ്രസ് ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാനുള്ള തുടക്കം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെ വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കാം. ആസാം വടക്കുകിഴക്കൻ സംസ്ഥാനം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മലമടക്കുകളിൽ കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്ത് ഉഗ്രപ്രതാപിയായി വാണിരുന്ന സംസ്ഥാനമാണ് ആസാം. തരുൺ ഗൊഗോയ് എന്ന അതികായകനായ മുഖ്യമന്ത്രി തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ സംസ്ഥാനം. അവിടെയാണ് കോൺഗ്രസുകാരനായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ആളെ, സംഘപരിവാറിനേക്കാൾ വലിയ ഹൈന്ദവ തീവ്രവാദം പറയുന്ന ആളെ BJPയുടെ ക്യാമ്പിലെത്തിച്ച അവർ ഹിമന്ത ബിശ്വ ശർമ്മയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. മത തീവ്രവാദത്തിന്റെ വിഷവിത്ത് ആസാമിന്റെ മലമടക്കുകളിൽ പാകിക്കൊണ്ട് ആസാമിന്റെ തേയിലത്തോട്ടങ്ങളെ, രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിക്കുന്ന സംസ്ഥാനമായ ആസാമിലെ ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ച് വർഗീയ വിഭജന രാഷ്ട്രീയത്തിലൂടെ ആസാമിന്റെ ഭരണം പിടിച്ച BJPയിൽ നിന്നും ആസാമിന്റെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തവണ കോൺഗ്രസിന് ഭരണം പിടിക്കണം. ഗൗരവ് ഗൊഗോയ്, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ. ഗൗരവ് ഗൊഗോയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് ഇത്തവണ പോരാട്ടം നയിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നാഴികയ്ക്ക് 40 വട്ടം വിഷം വമിക്കുന്ന വർഗീയത മാത്രം തുപ്പുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ കിരാത ഭരണത്തിന് ആസാമിന്റെ മലമടക്കുകളിലെ ജനങ്ങളെ ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഭരണകൂടത്തിനെ തൂത്തെറിഞ്ഞ ആസാമിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത് ഇത്തവണ ആസാമിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ സുന്ദരിമാരിൽ ഒരാളായ ആസാം എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ നടന്നു കയറുമെന്നാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ആസാമിന്റെ നഷ്ടപ്പെട്ടു പോയ മതമൈത്രി തിരിച്ചുപിടിക്കാൻ, ആസാമിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രൗഢി തിരിച്ചുപിടിക്കാൻ, ആസാമിന്റെ നഷ്ടപ്പെട്ടു പോയ ചരിത്രം തിരികെ എഴുതാൻ, ആസാമിന്റെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം തിരികെ കൊണ്ടുവരാൻ ഇത്തവണ കോൺഗ്രസിന് അധികാരത്തിൽ വന്നേ മതിയാകൂ. അതുകൊണ്ട് ആസാമിൽ തരുൺ ഗൊഗോയുടെ നേതൃത്വത്തിൽ ഇത്തവണ അധികാരത്തിൽ കോൺഗ്രസ് കടന്നു വരാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഒരു കാലത്ത് CPM തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടി 35 വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ ഇന്ന് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അരിക് സ്പ്രേയുടെ പരസ്യം പോലെയാണ്. പൊടി പോലുമില്ല കണ്ടെത്താൻ. അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ കിരാത ഭരണം നടക്കുകയാണ്. തൃണമൂലുകാരല്ലാത്ത എല്ലാവരെയും, BJPക്കാരെയും കോൺഗ്രസുകാരനെയും CPMകാരനെയും CPIക്കാരനെയും SUCIക്കാരനെയും എല്ലാം നിഷ്കരുണം വേട്ടയാടുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കിരാത രാഷ്ട്രീയം, മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനെതിരെ അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും എല്ലാം തോളോട് തോൾ ചേർന്നാണ് സമരം നടത്തുന്നത്. കാരണം നഷ്ടപ്പെട്ട ബംഗാളിന്റെ, ബംഗനാടിന്റെ ജനാധിപത്യത്തിന്റെ ശ്വാസം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് ബംഗനാട്ടിലെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അവിടെ ഇടതുപക്ഷങ്ങളുമായി ചേർന്ന് മത്സരിക്കണമോ അതോ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ മമതാ ബാനർജിയുടെ കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടമായിരിക്കും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റത്തിന്റെ കാറ്റടിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. അവിടെ BJPയും ശക്തമാണ്. കാരണം മമതാ ബാനർജിയുടെ കിരാത ഭരണം മമത BJPയെ വളർത്തുകയാണെന്ന് പരസ്യമായ രഹസ്യമാണ്. അവിടെ കോൺഗ്രസിനെയും, കോൺഗ്രസ് ഉൾപ്പെടുന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അടിച്ചമർത്തുമ്പോൾ അവിടെ വളരുന്നത് BJPയെ പോലെയുള്ള തീവ്ര നിലപാടെടുക്കുന്ന സംഘടനകളാണെന്ന്, തന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണെന്ന് തിരിച്ചറിയാൻ മമതാ ബാനർജിക്ക് കഴിയാത്ത അവസ്ഥയാണ് ബംഗാളിലുള്ളത്. തൊട്ടടുത്ത സംസ്ഥാനം കേരളത്തോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ദ്രാവിഡ മണ്ണിൽ AIADMKയും DMKയും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ നിലവിൽ DMKയ്ക്കൊപ്പമാണ് കോൺഗ്രസ്. അവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശിഥിലമായി നിന്ന AIADMKയും BJPയും ഒരു ഭാഗത്ത് കൈകോർക്കുകയാണ്. മറുഭാഗത്ത്
തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ നേതൃത്വത്തിൽ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ടിരിക്കുന്നു. TVKയോടൊപ്പം കോൺഗ്രസ് കൂട്ടുകൂടണമോ അതോ DMK മുന്നണിയിൽ നിന്ന് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഞങ്ങൾ DMKയോടൊപ്പം നിൽക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഡിമാൻഡുകളുണ്ട്. കോൺഗ്രസ് പറയുകയാണ്, എന്താണ് ഡിമാൻഡ്? ഇത്തവണ ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും 38 ജില്ലകളുണ്ട് തമിഴ്നാട്ടിൽ. 38 ജില്ലകളിലും ഞങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റ് വേണം. കാരണം കോൺഗ്രസിന് ഇപ്പോഴും ശക്തമായ വേരോട്ടം തമിഴ്നാട്ടിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ 38 ജില്ലകളിൽ മത്സരിക്കുന്നതിനോടൊപ്പം അധികാരത്തിൽ വന്നാൽ 3 മന്ത്രിസ്ഥാനത്തിൽ കുറയാതെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് തരാൻ കഴിയില്ലേ? നിങ്ങൾ പറയൂ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത്. മണിക്കൺ ടാഗോറിനെ പോലെ, ജ്യോതിമണിയെ പോലെ പ്രൗഢോജ്വലമായ നേതാക്കന്മാർ അവിടെയുണ്ട്. ചിദംബരമുണ്ട്, കാർത്തി ചിദംബരമുണ്ട്. ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അവിടെയും DMKയോട് വേർപിരിഞ്ഞാൽ TVKയുമായി ചേരുകയും അവിടെ TVK അധികാരത്തിൽ വരികയും ചെയ്യും. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു നമ്മൾ ആറ്റിക്കുറുക്കി പറയുകയാണെങ്കിൽ ഇത്തവണ കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുമോ അവർക്ക് ദ്രാവിഡ മണ്ണിൽ അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. തൊട്ടടുത്ത കേന്ദ്രഭരണ പ്രദേശം ആന്ധ്രയുമായും തമിഴ്നാടുമായും കേരളവുമായും ചേർന്ന് നിൽക്കുന്ന പുതുച്ചേരി. കോൺഗ്രസിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവുമാണ് പുതുച്ചേരി. അവിടെ NR കോൺഗ്രസും തമ്മിലാണ് മത്സരം. നാരായണസ്വാമിയുടെ NR കോൺഗ്രസിന് ഇത്തവണ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പറഞ്ഞയച്ച കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പദയാത്ര അവിടെ പുതുച്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുച്ചേരിയുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള പദയാത്ര പുതുച്ചേരി ഇളക്കി മറിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, പുതുച്ചേരിയിൽ ഇത്തവണ കോൺഗ്രസ് ഭരിക്കുമെന്ന്. പുതുച്ചേരി കോൺഗ്രസ് ഭരിക്കുന്നു, ആസാം കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു. തൊട്ടിപ്പുറം നമ്മുടെ സംസ്ഥാനമായ കേരളം. ആ കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് കടന്നു വരികയാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇത്തവണ അധികാരം പിടിക്കും. 100-ലധികം സീറ്റ് നേടി അധികാരം പിടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. VDയുടെ വാക്കുകൾ അനർത്ഥമാക്കുന്നത് പോലെ ഇതുവരെ പുറത്തു വന്ന സർവേകളെല്ലാം പറയുന്നത് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണെന്ന്. എന്തായാലും 5 സംസ്ഥാനങ്ങളിൽ ആന്ധ്ര, കേരളം, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളും അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. ബംഗാളിൽ ആർക്കനുകൂലമായി ജനം ചിന്തിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളുണ്ട്. രാഷ്ട്രീയമാണ്. 1+1 = 2 അല്ല. 1+1 = 2, 3, 4, 5, 6, 7 എല്ലാം ആവാം. അതുകൊണ്ട് ബംഗാളിന്റെ മനസ്സ് കാത്തുവെച്ചത് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധിക്കാം.